ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ യൂണിറ്റി കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് ഇന്നലെ ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് യൂണിറ്റി കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ സോൾ മെർജിങ്ങിനെ കുറിച്ചും വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു. അതും ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് യൂണിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയാം, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഹൈലി സ്പിരിച്വൽ ജേർണിയാണ്. അതായത് നമ്മളുടെ സോളിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി, സോളിൻ്റെ എൻലൈറ്റ്മെൻറ്റിലൂടെ യൂണിവേഴ്സിൻ്റെ ലൈറ്റിനെ എർത്തിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ വാഹകരാകാനായിട്ട് വന്നിരിക്കുന്നവരാണ് ട്വിൻ ഫ്ലെയിംസ്. അല്ലെങ്കിൽ അവർക്കൊരു വലിയ പർപ്പസ് ഉണ്ട് ഈ ഒരു എർത്തിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ പർപ്പസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അത്രയും പ്യൂരിഫൈ ആയിരിക്കണം, ഒരു ഡിവൈൻ എനർജിയിലായിരിക്കണം നമ്മളെന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജിയും മസ്കുലൈൻ എനർജിയും ഒരേ പേര് ട്വിൻ ഫ്ലെയിംസിൽ. അപ്പോൾ ഫെമിനൈൻ എനർജി ഏകദേശം ഹീലായി, ഒരു 80% ഹീലായി കഴിയുമ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അത്ര നാളൊരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലായിരിക്കും ഫെമിനൈൻ എനർജി. പലപ്പോഴും ഈ ഒരു ജേർണി ഒരു ബ്ലെസ്സിങ് അല്ലാതെ കാണുന്ന ഒരു പല ഘട്ടങ്ങൾ വരാം ഫെമിനൈൻ എനർജിയുടെ ലൈഫിൽ. അതല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ പാർട്ടിനെ അതർ ബോഡിയായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആ ഒരു അതർ ബോഡിയിൽ ഇനിയൊരു അതർ പേഴ്സണായിട്ട് കണ്ടുകൊണ്ട് അവർ തരുന്ന പല ട്രിഗേഴ്സിനെയും അവരിലേക്ക് ബ്ലെയിം ചെയ്തുകൊണ്ട് നിൽക്കുന്നവരായിരിക്കാം. ഇത് ഏകദേശം എല്ലാ ഫെമിനൈൻ എനർജീസും ഈ ഒരു ഫേസുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ആ ഒരു 80% എന്ന് പറയുന്നത് അവരുടെ തേർഡ് ഐ ചക്ര വരെ അവർ ഹീലാക്കി കഴിയുമ്പോൾ, കുണ്ടലിനിയുടെ അവേക്കനിങ് ഏകദേശം ഹാർട്ട് ചക്ര വരെയൊക്കെ എത്തിക്കഴിയുമ്പോൾ അവരൊരു വൺനെസ്സിൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് വരും. അതായത് ഞാനും എൻ്റെ ട്വിന്നും ഒന്നാണ് എന്ന് വെച്ചാൽ അതർ ബോഡിയിൽ നിൽക്കുന്ന ആൾ, സെപ്പറേറ്റ് ആയിട്ട് കണ്ട ആളും അത് ഞാൻ തന്നെയാണെന്നുള്ള ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർക്ക് എനർജീനെ ഫ്ലോ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് എനർജീനെ ഫ്ലോ ചെയ്യുന്നു എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോഴും നമ്മളിതൊക്കെ കേൾക്കുമ്പം, പല വീഡിയോസിലൂടെ ആവാം, പലരും പറഞ്ഞു തരുന്നതാവാം, ഒരു സെഷൻ എടുക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതെ ഇത് പറഞ്ഞത് കറക്റ്റാണ്, ഞാനും അവർ ഒന്നാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ നമ്മളുടെ ഉള്ളിലെ ആ ഒരു ട്രോമാസിൻ്റെ ലെയേഴ്സിനെ ആരെങ്കിലും ട്രിഗർ ചെയ്യുമ്പോൾ, അത് നമ്മുടെ ട്വിൻ ഫ്ലെയിം ആവാം, മറ്റുള്ള ഏതെങ്കിലും സോൾസ് ആവാം, ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒരു ഡൗട്ടിൻ്റെ എനർജിയിലൊക്കെ വരും, ബ്ലെയിമിങ്ങിൻ്റെ എനർജിയിൽ വരും, സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ വരും. ബേസിക്കായിട്ട് പറഞ്ഞ സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എത്തപ്പെടും, ആ ഒരു എനർജിയിലേക്ക്. എന്നാൽ ഇവിടെ ഹീലായി കഴിയുമ്പം എനർജി ഫ്ലോ ആവുകയാണ് ചെയ്യുന്നത്. എനർജീനെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല അതിലേക്ക് എത്താനായിട്ട്. അതായത് എന്നും നമ്മൾ നമ്മളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നില്ല, ഞാനും ആളും ഒന്നാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഒന്നാണെന്ന്. അത് നാച്ചുറലി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഫേസിലേക്ക് നമ്മൾ എത്തപ്പെടും. അപ്പോൾ ഈ ഒരു ഫേസിൽ വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജി ആ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ് ഒരു ട്വിൻ ഫ്ലെയിമുമായിട്ട് മാത്രമല്ല, എൻറ്റയർ എക്സിസ്റ്റൻസുമായിട്ട്, യൂണിവേഴ്സുമായിട്ടും ആ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ഞാനും ഈ യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടാണ്, ഞാൻ ഇതുവരെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിരുന്ന എൻ്റെ കാർമിക്സ് എന്ന് പറയുന്നവരും എൻ്റെ സോൾമേറ്റ്സ് എന്ന് പറയുന്നവരും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എക്സിസ്റ്റൻസിലുള്ള എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്നും സെപ്പറേറ്റഡ് അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഫേസാണിത്. അതായത് നമ്മൾ അതുവരെ വെളിയിൽ തേടിയിരുന്ന പല കാര്യങ്ങൾ, അത് ലവ് ആവാം, പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആവാം, അതൊക്കെയും തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയിലാണ് ഉള്ളത്. അതായത് താൻ തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടാണെന്ന് ഫെമിനൈൻ എനർജി മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള യൂണിവേഴ്സിനെ അത്രയും ആക്റ്റീവ് ചെയ്തുകൊണ്ട് അവരൊരു ഡിവൈൻ എനർജിയിൽ നിന്നുകൊണ്ടും എല്ലാത്തിനെയും ഒരു മദർലി നേച്ചറിൽ ഈക്വലി കാണാൻ കഴിയുന്ന ആ ഒരു എനർജിയുടെ ഫ്ലോയിലേക്ക് വരുന്ന ഒരു സ്റ്റേജാണ് ഈ യൂണിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജിക്ക്
തൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ഉള്ളിൽ തന്നെ ഫീൽ ആവാൻ പറ്റും. അതുകൊണ്ട് ഇനി എക്സ്റ്റേണലി 3Dയിൽ ഒരു യൂണിയൻ നടക്കുമോ എന്നുള്ള പേടിയില്ല. അതായത് ഓൾറെഡി തൻ്റെ കൗണ്ടർ പാർട്ടുമായിട്ട് യൂണിയനിലാണ്, ആ ഒരു എനർജി തൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വരുന്നു. അതേപോലെ തന്നെ മൊത്തം പ്രപഞ്ചത്തിലുള്ള ആരെയും ഈക്വലി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി, ആ ഒരു ശക്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതേസമയം തനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ, അതായത് ഈക്വലി ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ബോർഡേഴ്സ് വെച്ചുകൊണ്ട് തന്നെ തനിക്ക് പ്രിഫറൻസ്, യൂണിവേഴ്സ് കഴിഞ്ഞാൽ ഞാനാണ് എനിക്ക് പ്രിഫറൻസ് കൊടുക്കണ്ടേ എന്നുള്ള ഒരു റിയാലിറ്റീൻ്റെ എനർജിയിലേക്ക് വരുന്നു. ആ ഒരു എന്താ പറയുന്നത്, ഒരു സെപ്പറേഷൻ എന്നുള്ള മൈൻഡ് സെറ്റ് ടോട്ടലി അവരുടെ ലൈഫിൽ നിന്നും, അവരുടെ ആ ഒരു എനർജറ്റിക് ഫീൽഡിൽ നിന്നും തന്നെ പോകുന്നു. അടുത്തായിട്ട് അവരെപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ തുടങ്ങും. അതായത് ലൈഫിനെ ഒരു ഒബ്സർവറിൻ്റെ രൂപത്തിൽ നോക്കാൻ തുടങ്ങും. അതായത് എൻ്റെ ലൈഫിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഓക്കെ, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ, ഇതെൻ്റെ ഹയസ്റ്റ് ഗുഡിനാണ്. ഇതിനു മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലൈഫ് നമ്മളുടെ കൺട്രോളിൽ പോകാത്തപ്പം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആൾക്കാർ നമ്മളോട് ബിഹേവ് ചെയ്യാത്തപ്പം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഔട്ട്കംസ് വരാത്തപ്പം വളരെയധികം ട്രിഗേഴ്സ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ആ കാര്യങ്ങളൊക്കെയും യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷൻസ് ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരും. അതുകൊണ്ട് ലൈഫിനെ 3Dയിലുള്ള ആ ഒരു ലൈഫിനെ മൂന്നാമതൊരു വ്യക്തിയെ പോലെ ഒബ്സർവ് ചെയ്യാനും അതിലൂടെ ജീവിക്കാനും ഫെമിനൈൻ എനർജി ഇവിടെ പ്രാപ്തരാകുന്നു. അതേപോലെ തന്നെ നാളെ എന്താണെന്നുള്ള ഒരു പേടി കാണില്ല. പാസ്റ്റിൽ ഹേർട്ടായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വന്ന ലെസൺസിനെ മാത്രം എടുത്തുകൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഫെമിനൈൻ എനർജി പഠിച്ചു കഴിഞ്ഞിരിക്കും. അടുത്തായിട്ട് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് പേടി ഒട്ടുവേ കാണില്ല. പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതാത് സമയത്ത് തൻ്റെ ഇന്നർ വോയിസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള കപ്പാസിറ്റി, കാരണം ഓൾറെഡി തേർഡ് ഐ ചക്ര ഇവിടെ വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും. അവർക്ക് മുമ്പേ എന്താണ് നടക്കുന്നത്, ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത് അവരുടെ ലൈഫിൽ, മറ്റുള്ളവരുടെ ലൈഫിൽ എന്നുള്ള ഒക്കെ ഓരോ ഡൗൺലോഡ്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതിനി എന്താണെങ്കിലും അതിനെ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു പേടി കാണില്ല. അതേസമയം പാസ്റ്റിനെ കുറിച്ച് ഒരു വറി കാണില്ല, ഒരു ഹേറ്റ്രേറ്റ് കാണില്ല. എപ്പോഴും ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയിൽ ഇവർക്ക് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ജീവിക്കാൻ പറ്റും. അടുത്തതായിട്ട് ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഗോ വിത്ത് ദ ഫ്ലോയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ നേച്ചറിൽ നിന്നുകൊണ്ടല്ല, ഞാനൊരു ഹ്യൂമൻ മൈൻഡിനെ അല്ല കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോൾ ലെവലിലേക്ക് കണക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ എപ്പോഴും തൻ്റെ ഹയർ പേർപ്പസ് എന്താണെന്നായിരിക്കും ഈ ഒരു ഫെമിനൈൻ എനർജിയുടെ, അതായത് യൂണിറ്റി കോൺഷ്യസ്നെസ്സിലുള്ള ഫെമിനൈൻ എനർജിയുടെ ചിന്ത. അതായത് ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റുകളെയൊക്കെ ടാപ്പ് ഇൻ ചെയ്യുക, അതിനെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ യൂണിവേഴ്സിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ എപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു വെസലാണ്, യൂണിവേഴ്സിൻ്റെ ഒരു മീഡിയമാണ്. ആ ഒരു ലൈറ്റിനെ ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഒരു സോൾ ലെവലിലേക്ക് കണക്ട് ചെയ്ത് എപ്പോഴും ആ ഒരു സോൾ ഫോമിലിരുന്ന് ആലോചിക്കാനുള്ള ഒരു ശക്തിയിലായിരിക്കും യൂണിറ്റി കോൺഷ്യസ്നെസ്സിൽ നിൽക്കുന്ന ഒരു ഫെമിനൈൻ എനർജി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കൗണ്ടർ പാർട്ട് ഈ ഒരു നിമിഷം ഇത്രയും ഹീലായി കഴിയുമ്പോഴാണ് അവരും ആ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാ ഹീലിംഗിലേക്ക് വരുന്നത്, അവരാ കാർമിക് ക്ലിയറൻസിലേക്കൊക്കെയും വരുന്നത്. അപ്പോൾ യൂണിറ്റി കോൺഷ്യസ്നെസ്സിലേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജേർണിയിലെ യൂണിയന് മുമ്പുള്ള സ്റ്റേജസിലായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്നത്. യെസ്, ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ പല വീഡിയോസ് കേൾക്കുമ്പോഴും നമ്മൾ അതിലേക്ക് ഫോഴ്സ്ഫുള്ളി നമ്മളെ ട്രെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ എനർജീനെ അവിടെ കൊണ്ടെത്തിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എന്നാൽ ട്രിഗേഴ്സ് വരുമ്പോൾ നമ്മൾ നാച്ചുറലി ബാക്ക് ടു ദ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് വരികയും ചെയ്യും. എന്നാൽ ഈ ഒരു എനർജി നമ്മളിലേക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഫ്ലോ ആവുന്നത് അന്ന് മനസ്സിലാക്കുക നിങ്ങളൊരു ഡിവൈൻ ഫെമിനൈൻ്റെ എനർജിയിൽ വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പേർപ്പസുമായിട്ട് ടോട്ടലി അലൈൻഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു സ്റ്റേജിൽ
യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള എല്ലാ റിവാർഡ്സും അൺകണ്ടീഷണലി നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ മാഗ്നറ്റൈസ് ചെയ്തെടുത്ത് നിങ്ങളുടെ ലൈഫിൻ്റെ ക്രിയേറ്റേഴ്സ് നിങ്ങൾ തന്നെ ആവുന്ന ഒരു സ്റ്റേജായിരിക്കും ഇത്. അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റി കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.